നമുക്കിത് ചക്കയപ്പം ഉണ്ടാക്കിയാലോ? അത് ഞാൻ ഒന്ന് വറുത്തി വെച്ച വറുത്തേൻ്റെ കുറച്ച് എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് അരി കുതിർത്ത് അധികം വെള്ളമൊന്നും കൂട്ടാണ്ട് അരച്ച് വെച്ചത്. അധികം വെള്ളമുണ്ട്, കുറച്ച് വെള്ളം നനച്ച് അരച്ച് വെച്ചത്. അതിനോട് കുറച്ച് തേങ്ങ കൊത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചക്കയപ്പം ഉണ്ടാക്കാം. അരി അരച്ചത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചക്ക അതിനകത്തൊക്കെ ഒഴിച്ച് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ മിക്സാക്കി കൊടുക്കുക. തേങ്ങ നുറുക്കി വെച്ചത് ഇതിൻ്റെത്തേക്ക് ഇടാം. ഇനി അരി അരക്കുന്നില്ലെങ്കിൽ അരിപ്പൊടി ആയാലും വേണം എടുക്കുക, നേരിയ അരിപ്പൊടി ആയാലും എടുക്കുക. അരി അരച്ചാലും കുഴപ്പമില്ല. നമ്മളിങ്ങനെ ചക്ക ഇല്ല സമയത്ത് കിട്ടുന്ന സമയത്തെല്ലാം വരിപ്പിച്ചക്ക അതെല്ലാം കിട്ടുന്ന സമയത്ത് എടുത്ത് വെച്ച് ഇങ്ങനെ വറുത്തി വെച്ചാൽ നമ്മൾ ചക്ക ഇല്ലാത്ത സമയത്ത് നമുക്കത് കുറച്ച് എടുത്ത് ചക്കയപ്പം ഉണ്ടാക്കാം. അപ്പോൾ എല്ലാ സമയത്തും കിട്ടുന്ന സാധനമല്ല അത്. ഇപ്പോൾ നമ്മൾ കിട്ടുന്ന സമയത്ത് എടുത്ത് സൂക്ഷിച്ച് വെക്കുക. നമ്മുടെ ഇലയെല്ലാം നുറുക്കി വെച്ച് കഷ്ണാക്കി എടുത്ത് വാട്ടി വെച്ചതാണ് കേട്ടോ. ആ വാട്ടി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മടക്കുമ്പോൾ കീറിപ്പോകില്ല, അതിന് വേണ്ടിയിട്ട് വാട്ടും. ഇതുപോലെ മടക്കി വെച്ച് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ ആവിക്ക് വെച്ച് വേവിക്കാം. നമ്മൾ അപ്പെല്ലാം റെഡി വെന്ത് പാകമായിട്ടുണ്ട്. അപ്പം നമുക്ക് പൊളിച്ച് നോക്കാം, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. നല്ല പാകത്തിനുള്ള മധുരവും അല്ലെങ്കിൽ നല്ല അടിപൊളി അപ്പായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഒന്നും കളയാൻ പാടില്ല, നല്ല സാധനം ചക്ക. അപ്പോൾ ഒന്ന് വരട്ടി എടുക്കാൻ അതിന് കൂടുതൽ നമ്മൾക്ക് സമയം ഇനി വരുന്നത്. അപ്പോൾ ഉണ്ടാക്കാനും അത്ര സമയം എടുക്കില്ല, ഒന്ന് ചെറിയൊരു മെനക്കേടുണ്ട്. അപ്പോൾ ചക്ക കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.